രാമകൃഷ്ണോ. ഓ എന്തൊക്കെ ഉണ്ടടാ വിശേഷം? ഓ എനിക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലടാ. നിനക്ക് നിന്റെ മുഖത്തൊരു വൈക്ലഭ്യം. ഓ എനിക്കെന്തോ ക്ലബ്ബവാടാ. ഇത്രയും വലിയൊരു പണിയുണ്ടായിട്ട് നീ എന്നോട് പറഞ്ഞില്ല. ആദ്യം ഇപ്പൊ തവിക്ക് ആപ്പ് വെച്ച് കിടക്കുന്ന നിന്നെ പിടിച്ച് ഈ തേക്ക് തടിയുടെ പണി നടത്താൻ പറ്റുമോടാ? പിന്നെ നീ തേക്ക് തടിയുടെ ആരെ കൊണ്ടാ ഉണ്ടാക്കിയത്? ഇത് മുഴുവൻ ഞാനങ്ങ് കോൺട്രാക്ട് കൊടുത്തു. എന്നാ പിന്നെ കാഞ്ഞറോ കൂടെ നിനക്ക് അങ്ങ് കോൺട്രാക്ട് കൊടുക്കാൻ വയ്യായിരുന്നു. എടാ ഈ കാഞ്ഞരത്തിന്റെ തടി ഞാൻ ഫ്ലിപ്കാർട്ട് മുഴുവൻ തിരക്കി. ഏതാണ് ആ കാർഡ്? എടാ ഞാൻ അറിയാത്ത കാർഡ് ഏതാ? അവിടെ കാഞ്ഞരം ഉണ്ടോ? ആശാനെ അത് കാർഡല്ല, കാർട്ട്. കിട്ടിയോടാ നിനക്ക് കാഞ്ഞരം? ഇല്ല, അതുകൊണ്ടല്ലയോടെ രാമകൃഷ്ണ നിന്നെ ഞാൻ വിളിച്ചത്. ആ അപ്പോഴേ പണിയുടെ നിബന്ധന അങ്ങോട്ട് പറയാം. ആഹാ, പണിക്ക് നിബന്ധനയൊക്കെ ഉണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. രാവിലെ 9:55 ഞങ്ങൾ വരും. 10 മണിക്ക് ചായ, 11 മണിക്ക് ചൂടുവെള്ളം, 11:55 രണ്ടാം ചായ, 12:55 ഊണ് കഴിഞ്ഞിട്ട് ഒരു ചായാനൊരു പായ. എടാ നീ ഈ പായ കിടന്നുറങ്ങിയാൽ ഈ പണി അങ്ങനെ തീരുവിടാ. ഈ തടിപ്പണി എന്ന് പറഞ്ഞാൽ അത് അടിയും കണക്കുവാ. ആശാന്റെ കൂടെ പണിക്ക് പോയാൽ കണക്കിന് അടി ഉറപ്പാ. ഞാൻ നിന്നെ കാല് മടക്കി അടിക്കാത്തത് തേണ്ടി ചിരട്ട പൊട്ടിട്ട് വിജാഗിരി വെച്ച് സെറ്റ് ചെയ്തേക്കുന്നുണ്ടാ. ഇല്ല ഞാൻ പൊട്ടിച്ചേനെ കേട്ടോ. നിനക്ക് പണിയൊക്കെ ഉണ്ടോ? പിന്നെ കൊല്ലത്തൊരു പണിയുണ്ട്. ആഹാ, കൊല്ലത്തും കോട്ടയത്തും ഒക്കെ ഓടി നടന്നങ്ങ് പണിയോ ഇല്ലയോ? അയ്യോ അതല്ല, ഈ കൊല്ലത്തിലൊരു പണി ഉണ്ടായിരുന്നെന്ന്. നീ എന്റെ വിജാഗിരി ഇളക്കിക്കും. രാവിലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ മുരളിയുടെ വീട്ടിലെ ഫ്രണ്ട് ഡോർ കാണിച്ചില്ലേ? അയ്യോ സൂപ്പർ ഒരു വർക്ക് ആ ഫ്രണ്ട് ഡോറെ ചെയ്തിട്ടുണ്ട്. നെയ്മർ ഇങ്ങനെ നിൽക്കുന്നത്. ആരാ നെയ്മർ? നെയ്മർ അല്ലടാ, എടാ അത് കഥകളിയായിരുന്നു. എന്നോട് പറഞ്ഞു കഥകളിയാന്ന് നാട്ടുകാരോട് പറയാൻ നിൽക്കരുത്. നെയ്മറാന്ന് പറഞ്ഞാൽ ബ്രസീൽ ഫാൻസിന്റെ കയ്യിലും പണി കിട്ടും. പുതിയൊരു മോഡലാക്കി അത് ഞങ്ങൾ അവതരിപ്പിക്കടാ. പുതിയ മോഡലിന്റെ ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുക. അതെന്തുവാടാ? നമ്മുടെ പഞ്ചായത്തിന്റെ അവിടുത്തെ ഫ്രെഡറിക്ക്, അവനും ഭാമി അങ്ങ് അമേരിക്കയില. എടാ ഈ കൊച്ചൻ അവിടുന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛൻ മുതൽ മുറ്റം വരെ ആശാൻ തന്നെ ഇത് കംപ്ലീറ്റ് അങ്ങ് ചെയ്തേക്കണമെന്ന്. ഓ, ഞാൻ കൃത്യമായിട്ട് വാസ്തു നോക്കി ഇതിന് കൃത്യമായിട്ട് കുറ്റിയടിച്ചു. എടാ ഈ പറമ്പിൽ കൊണ്ടുവന്ന് 10-12 പശുക്കളെ കെട്ടുന്ന വിവരം ഞാൻ അറിഞ്ഞില്ലടാ. ഞാൻ അടിച്ച കുറ്റി മൊത്തം ഈ പശുവിനെ കെട്ടാൻ വന്നവർ അവിടെ ഇവിടെ എല്ലാം കൊണ്ട് നേരത്തെ അങ്ങ് അടിച്ചെന്ന്. അവസാനം പെര പണിഞ്ഞു വന്നപ്പോ പെര തേണ്ട ഇങ്ങനെ ഇരിക്കുന്നു. എങ്ങനെ ഇങ്ങനെ ത്രികോണയെന്ന്. അവസാനം ഉണ്ടല്ലോ ഒള്ളേക്കൊടുവിൽ വാസുകൂട്ടം കണ്ട രക്ഷപ്പെടുത്തിയത്. അയാൾ വന്നു, രാമകൃഷ്ണോ നിന്റെ ആ പിരമിഡ് മോഡൽ എനിക്ക് അങ്ങ് ബോധിച്ചടാ. പിരമിഡ് വീട്ടിലാരും താമസമില്ലയോ? മമ്മിയോ? അത് ഈജിപ്തിലല്ലയോ? അത് ഈജിപ്തിലെ മമ്മി, ഇത് ഫെഡറിക്കിന്റെ മമ്മി. അവരിവിടെ താമസമുണ്ട്. ഇപ്പൊ മനസ്സിലായോ രാമകൃഷ്ണ, നിനക്ക് ഈ വീടിന്റെ പണി തരാതിരുന്നത് നിന്റെ പണി കിട്ടാഞ്ഞിട്ട് രാമകൃഷ്ണൻ ഉണ്ണാതെ കിടക്കുക. പോളാവേ.